മനുവാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ കാരണക്കാരൻ എന്ന് പറയാമെങ്കിലും ജാതി വ്യവസ്ഥകളെക്കുറിച്ച് ഏറ്റവും അധികം ഗവേഷണം നടത്തിയ അംബേദ്കർ പറയുന്നത് മനുവിന് മുമ്പേ ഇവിടെ ജാതി സമ്പ്രദായം നിലനിന്നിരുന്നു എന്നാണ്. അതെന്തുമാകട്ടെ, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടുന്ന ആധുനിക സമൂഹത്തിൽ പോലും ജാതി വ്യവസ്ഥ ശക്തമായി തുടരുന്നു എന്നത് ഏറ്റവും നീചവും ഹീനവുമായ ഒരു സത്യമാണ്. മനുഷ്യർ ഭിന്നരായിരിക്കുമ്പോൾ ജൈവികമായി മനുഷ്യർ ഒരേ നിർമ്മിതിയാണ്. എല്ലാവരുടെയും ചോരയ്ക്ക് ചുവപ്പാണ്. മറ്റേതെങ്കിലും നിറമുള്ളതായി കേട്ടിട്ടില്ല. അവയവങ്ങളുടെയും അസ്ഥിയുടെയും ഒക്കെ എണ്ണവും ഒരുപോലെയാണ്. മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും ഒരുപോലെ തന്നെ. എന്തായാലും ജാതിയും മതവും വർഗവും വംശവുമായി മനുഷ്യനെ തന്നെ വേർതിരിച്ചു. അനന്തകാലമായി നിലവിലിരുന്ന ജാതി വ്യവസ്ഥ ഒരൊറ്റ ദിവസം കൊണ്ടോ ഒരൊറ്റ നിയമം കൊണ്ടോ അവസാനിപ്പിക്കാനോ തിരുത്താനോ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ പിന്നാക്കാവസ്ഥയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നുമൊക്കെ ജനങ്ങളെ ഉദ്ധരിക്കുക എന്ന ശുദ്ധമായ ലക്ഷ്യത്തോടെ 10 വർഷത്തേക്ക് എന്ന വ്യവസ്ഥയിൽ ജാതി സംവരണം ഏർപ്പെടുത്തിയത്. അങ്ങനെ ഭരണഘടനയുടെ 341, 42 അനുച്ഛേദങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം എഴുതി ചേർത്തു. എന്നിട്ടെന്തായി? മരുന്ന് കഴിക്കുന്തോറും രോഗം കലശലായി എന്ന് പറയുന്ന പോലെ ആദ്യത്തെ 10 വർഷം കൊണ്ട് ഒരു ഉദ്ധാരണവും നടന്നില്ല. ഓരോ 10 വർഷവും കഴിയുമ്പോൾ ജാതി രോഗം മൂർച്ഛിച്ചതേയുള്ളൂ. 1989 ഭേദഗതികളോടെ നിയമം കർശനമായി. എന്നിട്ടെന്തായി? ജാതി വ്യവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കിയിട്ടും സകല അടവും പയറ്റിയിട്ടും മാറാ രോഗം പോലെ ഒഴിയാ ബാധ പോലെ സമൂഹത്തിൽ പടർന്നു വ്യാപിക്കുകയാണ് ജാതി പിശാച്. കാരണം എന്തായിരിക്കും? നിയമനിർമ്മാണത്തിലെയും നടത്തിപ്പിലെയും വീഴ്ചകൾ തന്നെ. ജനന സർട്ടിഫിക്കറ്റ് മുതൽ സ്കൂൾ അഡ്മിഷൻ, ജോലി, കല്യാണം, സ്കോളർഷിപ്പ്, മറ്റാനുകൂല്യങ്ങൾ എന്ന് വേണ്ട ഏതൊരു രേഖയിലുമുണ്ട് ജാതിക്കോളവും മതക്കോളവും. ജാതിയുടെ പേരിൽ അഡ്മിഷനും സ്കോളർഷിപ്പും ജോലിയും സാധ്യത്വവും ഒക്കെ മേടിച്ചെടുക്കാം. ആവശ്യമുള്ളിടത്തൊക്കെ സ്വന്തം ജാതി പേര് എഴുതി കൊടുക്കാം. ഞാൻ പട്ടിക വർഗത്തിൽപ്പെട്ടവനാണ് എന്നൊക്കെ അഭിമാനത്തോടെ കവലയിൽ നിന്ന് പ്രസംഗിക്കാം. പക്ഷേ ജാതിപ്പേര് മറ്റൊരാൾ ഉറക്കെ പറഞ്ഞാൽ കേസായി. മത്തായിയെ ആരെങ്കിലും ക്രിസ്ത്യാനി എന്ന് വിളിച്ചാൽ മത്തായിക്ക് കുഴപ്പമില്ല, നിയമപ്രശ്നവുമില്ല. മമ്മദിനെ ആരെങ്കിലും മുസ്ലിം എന്ന് വിളിച്ചാൽ മമ്മദിനും കുഴപ്പമില്ല, അവിടെയും നിയമപ്രശ്നമില്ല. പക്ഷെ ആരെങ്കിലും കോവാലനെ ഡാഷ് എന്ന് വിളിച്ചാൽ മുടിഞ്ഞ കേസായി. പഠിക്കാനും ജോലി നേടാനും സീനിയോറിറ്റിക്കും പിന്നെ മക്കളുടെ ജോലിക്കും അവരുടെ പഠിത്തത്തിനുള്ള ലോണിനുമൊക്കെ അയാൾ സ്വയം എഴുതി കൊടുക്കുന്ന വാക്കാണത്. എന്നാലും അത് ഞാനൊന്ന് പറഞ്ഞു പോയാൽ കേസായി, നിങ്ങളൊന്ന് വിളിച്ചാൽ കേസായി. കസ്റ്റംസിൽ ഞാൻ സൂപ്രണ്ടായിരിക്കുമ്പോൾ സംവരണ ആനുകൂല്യത്തിൽ എനിക്ക് മുമ്പേ ജോലിയിൽ കയറി അതേ ആനുകൂല്യത്തിൽ പ്രൊമോഷൻ നേടിയ ഒരു വ്യക്തി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. കൂട്ടുകാരനാണ് കേട്ടോ. അയാൾക്ക് കസ്റ്റംസ് സൂപ്രണ്ട് തന്നെ. ഞങ്ങൾക്ക് ഒരേ ശമ്പളം, ഒരേ പദവി, പ്രായം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയും അയാൾ പട്ടികജാതിയുമാണ്. ആ ഇടയ്ക്കാണ് ഞങ്ങൾ 2 പേരുടെയും മക്കൾ ഒരേ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതിയത്. എൻ്റെ മകന് റാങ്ക് 820 കിട്ടിയപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ റാങ്ക് 5800 ആയിരുന്നു. സർക്കാർ നിശ്ചയിച്ച ഫീസ് കൊടുക്കേണ്ട ഒരു സ്വാശ്രയ കോളേജിൽ എൻ്റെ മകന് അഡ്മിഷൻ എടുക്കേണ്ടി വന്നു. എന്നാൽ 5000 റാങ്ക് താഴെയുള്ള ആ മറ്റേ കുട്ടിക്ക് കോഴിക്കോട് NITയിൽ അഡ്മിഷനും സൗജന്യ പഠനവും. കാരണം എന്താ? ജാതി തന്നെ. അവൻ വളർന്നു കഴിയുമ്പോൾ കോടീശ്വരനായാലും ഇതേ സംവരണം തുടരും. ഈ പോക്ക് പോയാൽ തലമുറകളോളം ഇതിന്റെ സുഖം ആസ്വദിക്കും. എൻ്റെ മകനും മകന്റെ മക്കളും
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെങ്കിലും ഈ ആനുകൂല്യമൊന്നും കിട്ടുകയില്ല. ഈ അവസ്ഥയ്ക്ക് നീതി വ്യവസ്ഥ എന്ന് പറയണോ, അനീതി വ്യവസ്ഥ എന്ന് പറയണോ, അതോ ജാതി വ്യവസ്ഥ എന്ന് പറയണോ? മേൽജാതിയിൽപ്പെട്ടയാൾ, അങ്ങനെ ഒരു ജാതി ഉണ്ടോ? കീഴ്ജാതിയിൽപ്പെട്ടയാൾ, അങ്ങനെയുണ്ടോ ഒരു ജാതി? മനുഷ്യനെന്നല്ലാതെ വേറെ ജാതി കൊണ്ടുണ്ടോ? ഇതൊക്കെ ഇപ്പോൾ ആലോചിച്ചു പോയത് ഷാജൻ സ്കറിയയും MLA ശ്രീനിജിനും തമ്മിലുള്ള പോരിന്റെ വിശേഷങ്ങൾ ഓർത്തിട്ടാണ്. അതൊരു കേസായെങ്കിലും സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമത്തിന്റെ ലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. സംവരണ മണ്ഡലമായ കുന്നത്തുനാട്ടിൽ നിന്ന് സംവരണ മേൽവിലാസത്തിൽ CPM സ്ഥാനാർത്ഥിയായി 2021 മത്സരിച്ച ശ്രീനിജിൻ സ്വയം പ്രഖ്യാപിച്ച ആസ്തി 15 കോടിയാണെന്ന് വാർത്തകളിൽ നമ്മളൊക്കെ കണ്ടതാണ്. എന്നാൽ 2006 സംവരണത്തിൽ തന്നെ ഞാറയ്ക്കലിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വെറും 3 പവൻ സ്വർണം സ്വന്തം പേരിലും 20 പവൻ ഭാര്യയുടെ പേരിലും ഉള്ളതായി ശ്രീനിജിൻ സത്യവാങ്മൂലം കൊടുത്തിരുന്നു. മൊത്തം 23 പവൻ. അത്തവണ അയാൾ തോറ്റുപോയി. യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കെ അയാൾ അവിഹിത മാർഗങ്ങളിലൂടെ സ്വത്ത് സമ്പാദിച്ചു എന്നാരോപിച്ച അതേ CPMന്റെ വായടച്ചു അയാൾ. എങ്ങനെ? ആ പാർട്ടിയിലന്ന് ചേർന്ന് കളഞ്ഞു. 2006 വെറും 20,000 രൂപയായിരുന്നു അയാളുടെ ബാങ്ക് ഡിപ്പോസിറ്റ്. 2021 അത് 43 ലക്ഷമായി. ഈ കാലയളവിൽ അയാളുടെ വരുമാനത്തിന് രാഷ്ട്രീയമല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടായിരുന്നതായി നമുക്കറിവില്ല. ഒരു രേഖകളിലും ഇല്ലതാണ്. ഇതിന് തന്നെ കൊടുത്ത അഫിഡാവിറ്റിന്റെ പകർപ്പുകൾ ഗൂഗിളിൽ കിടപ്പുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീനിജന് കോടികളുടെ അനധികൃത സ്വത്ത് എന്ന് ദേശാഭിമാനി പത്രം വെണ്ടയ്ക്ക വാർത്ത കൊടുത്തു വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെയും അയാൾ കോടികൾ ഉണ്ടാക്കിയപ്പോൾ അയാളുടെ സ്വത്തെല്ലാം അധികൃത സ്വത്തായ ശ്രീനിജൻ എന്നാണ് പേര്. പക്ഷേ ശ്രീനിജൻ എന്നാണ് ദേശാഭിമാനി എഴുതിയത്. പടമൊക്കെ അയാളുടേത് തന്നെ. പറഞ്ഞു വന്നത് ജാതിക്കാര്യമായിരുന്നല്ലോ. ഇത്രയുമൊക്കെ ആസ്തിയും പദവിയുമുള്ള ശ്രീനിജിൻ ഇപ്പോഴും ജാതി സംവരണത്തിന്റെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കുമ്പോൾ അയാളുടെ അയലത്തും മണ്ഡലത്തിലും മേൽജാതി എന്ന കുരുക്കിൽപ്പെട്ടതുകൊണ്ട് മാത്രം, അഥവാ അയോഗ്യതയെ ആയതുകൊണ്ട് മാത്രം എങ്ങും എത്താതെ പോയവർക്ക് എന്ത് നീതിയാണ് കിട്ടുക? ജാതിയോ നീതിയോ ഏതാണ് വലുത്? ഇനി എത്ര തലമുറ കഴിഞ്ഞാലും ഈ രീതിയിലൊക്കെ സ്വത്ത് നേടി ശതകോടീശ്വരനായാലും അയാളുടെ അനന്തര തലമുറകൾ ജാതിയുടെ മേൽവിലാസത്തിൽ ആസ്വദിച്ച് ആഘോഷിക്കുന്നതാണോ രാജ്യനീതി? അഴിച്ചു പണിയണ്ടേ ഇതൊക്കെ? പൊളിച്ചെഴുതണ്ടേ ഇതൊക്കെ? ജീവൻ അപകടത്തിലാകുന്ന ഘട്ടങ്ങളിൽ അവയവമോ രക്തമോ സ്വീകരിക്കുമ്പോൾ അത് കോവാലന്റെ ആണോ, കോയാക്കന്റെ ആണോ, ചന്ദ്രന്റെ ആണോ, ചാക്കോയുടെ ആണോ എന്നൊന്നും ആരും നോക്കാറില്ല. കാരണം ജാതിയില്ലാത്ത ഒരേ ഒരു സാധനം അതാണ്. ഏത്? രക്തം. ചാകാൻ കിടക്കുമ്പോൾ വായിൽ 2 തുള്ളി വെള്ളം എത്തിക്കാൻ വരുന്നവന്റെ ജാതി അറിഞ്ഞിട്ട് മാത്രമേ വാവിളിക്കൂ എന്ന് വാശി പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്?